Good afternoon, Namaskaram and welcome to Loudspeaker with RJ ഏലിക്കുട്ടി. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നമ്മൾ സംസാരിക്കാനും കേൾക്കാനുമായിട്ട് പോകുന്നത് ആർത്രൈറ്റിസ് എന്നൊരു രോഗത്തെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആർത്രൈറ്റിസ് എന്നുള്ളത്. അപ്പം ഈ ഒരു രോഗത്തെ പറ്റിയുള്ള കാര്യങ്ങളും അതിനെപ്പറ്റി ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളെ പറ്റിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അറിവുകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കൊട്ടാരക്കര വിജയ വിവാഹ ഹോസ്പിറ്റലിലെ സീനിയർ ഓർത്തോപെഡിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ എസ് രാമകൃഷ്ണൻ സർ ആണ്. നമസ്കാരം സർ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ. Good afternoon. Thank you for inviting me. Good afternoon to all of you. I hope we'll have a good session today. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർത്രൈറ്റിസ് എന്നൊരു രോഗത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി ഈ ഒരു രോഗത്തെ പറ്റി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട്. എന്നാൽ പോലും എന്താണ് ഈ ഒരു രോഗം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പോൾ സർ ഒന്ന് പറയാമോ, എന്താണ് ആർത്രൈറ്റിസ് എന്നൊരു രോഗം? ആർത്രൈറ്റിസ് ആക്ച്വലി ഇംഗ്ലീഷ് വേർഡാണ്, മെഡിക്കൽ ടെർമിനോളജിയാണ്. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സന്ധികൾ, ജോയിൻസ്, നമ്മുടെ മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിലുള്ള ഈ ജോയിൻസ്, നമ്മൾ കൈ കാല് മൂവ് ചെയ്യാൻ ഉപകരിക്കുന്ന ജോയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട്, ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ആർത്രൈറ്റിസ്. മലയാളത്തിൽ നമ്മൾ പല വാക്കുകൾ ഉപയോഗിക്കും, വാദം, സന്ധിവാദം, അങ്ങനെ പല പല വാക്കുകളുണ്ട്. പക്ഷെ ഒരു കോമൺ ടെർമിനോളജിയാണ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ ഒരു വിശദീകരിക്കുകയാണെങ്കിൽ ഒരു 100 തരത്തിലുള്ളതുണ്ട്. അപ്പം പക്ഷെ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് നമ്മുടെ സബ് കോണ്ടിനെന്റിൽ, അതായത് നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് 2 തരത്തിലുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ തേയ്മാനം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ആർത്രൈറ്റിസ്, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ വരുന്ന വേറെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഇമ്മ്യൂൺ റിലേറ്റഡ് ആർത്രൈറ്റിസ്, അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ജോയിൻസിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതാണ് ഇമ്മ്യൂൺ ആർത്രൈറ്റിസ്. അതിൽ വരുന്ന ഒരു പ്രധാന രോഗമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. പലരും കേട്ട് കാണും അത് റുമറ്റോയ്ഡ് ആമവാദം. എങ്ങനെ പേര് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എങ്ങനെയോ അത് ആമവാദം എന്നൊരു പേര് അതിനിട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇംഗ്ലീഷിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. അപ്പൊ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ തന്നെ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ് കുറെ അധികം ഉണ്ട്. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പ്രാക്ടീസിൽ കാണുന്നത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ആണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ ആർത്രൈറ്റിസ് നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സർ? ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ജോയിൻസ്, അതായത് സന്ധികളുമായിട്ട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഒരു വീക്കം വരിക, പെയിൻ ഉണ്ടാകും, രോഗികൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെ കൈകാല് ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, സ്റ്റിഫ്നെസ് തോന്നുക. പലർക്കും രാവിലെ എണീക്കുമ്പം ആദ്യം കുറേ നേരം സ്റ്റിഫായിട്ട് തോന്നും, പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫ്രീഡം കിട്ടുന്നത് ജോയിൻസിന്. അപ്പം ഇതൊക്കെ പ്രധാന ലക്ഷണങ്ങളാണ്. പിന്നെ കുറച്ച് നേരം ഒരേ സ്ഥലത്ത് ഇരിക്കുക, ഫോർ എക്സാമ്പിൾ ഒരു 1 hour ചെയറിൽ ഇരുന്നിട്ട് എണീക്കുമ്പം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളാണ് ഇതിന്റെ തുടക്കം. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ഇതിങ്ങനെ പ്രായമായവരിലാണ് കൂടുതലായിട്ടും ആർത്രൈറ്റിസ് കണ്ടുവരുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ചില കേസുകളിൽ കുട്ടികളിലും ഈ ഒരു രോഗം കാണുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് ഇതിനെ തളച്ചിടാനായിട്ട് പറ്റുമോ? ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു രോഗം കാണുന്നത് എന്നുള്ള രീതിയിൽ? ഇല്ല, അങ്ങനെ പറ്റത്തില്ല. പക്ഷെ നമ്മളൊരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരു 100 പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് ആർത്രൈറ്റിസ് കാണുന്നത്. പക്ഷെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ റിലേറ്റഡ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളിലും കാണാറുണ്ട്. ഈവൻ 5 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള കുട്ടികളിലും ഇതിന്റെ രോഗലക്ഷണങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ഏർലിയായിട്ട് അത് കണ്ടുപിടിച്ച് ചികിത്സ നേരത്തെ തുടങ്ങണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇപ്പം പല ലക്ഷണങ്ങളിലൂടെയാണല്ലോ ഇങ്ങനെ നമുക്ക് ആർത്രൈറ്റിസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ രോഗലക്ഷണങ്ങൾ പല രോഗങ്ങളുടെയും കാരണങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം ആർത്രൈറ്റിസ് ഉണ്ട് എന്നൊരാളിൽ എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കപ്പെടുന്നത്? അല്ല, ഏറ്റവും പ്രധാനം ആ സിംറ്റംസ് ആണ്. പേഷ്യന്റ് നമ്മുടെ അടുത്ത് ഇങ്ങനെ നടക്കാൻ വയ്യ, നീര്, വേദന, ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈവൻ കുട്ടികളിലാണെങ്കിലും അവര് ചില സമയത്ത് പെട്ടെന്ന് ഫീവർ, പനി വരും, പനിയോടനുബന്ധിച്ച് നടക്കത്തില്ല, കാലില് വീക്കം വരും. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു എമർജൻസി ആയിട്ട് തന്നെ ചിലപ്പോൾ കുട്ടികളെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ നമ്മൾ ക്ലിനിക്കലി കുഞ്ഞിനെ പരിശോധിച്ച് നോക്കുമ്പം അതിന്റെ മുട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള വേദനയും കുട്ടി അത് അനക്കാൻ സമ്മതിക്കത്തില്ല, നമ്മൾ തൊടാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ. അതിനോടൊപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റും ബാക്കി പരിശോധനകളും ചെയ്യുമ്പോൾ അത് കൺഫേം ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജനറ്റിക്കലി ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രോഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ
ഒരു പരിധിവരെ ജനറ്റിക് എലമെൻ്റ് ഉണ്ട്. ഇന്നത്തെ പുതിയ ശാസ്ത്ര ജ്ഞാനം വെച്ചിട്ട്, അതായത് സയൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇമ്മ്യൂൺ റിലേറ്റഡ് ആർത്രൈറ്റിസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജനറ്റിക് എലമെൻ്റ് ഉണ്ട്. പക്ഷെ നമ്മളത് പേഷ്യൻസിനെ മനസ്സിലാക്കി അത് ചികിത്സിപ്പിച്ചെടുക്കാനാണ് അതിൽ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ചോദിക്കാനുള്ളതാണ്, അപ്പം ഒരുപാട് ചികിത്സാ രീതികൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പലതരത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഓരോ രീതിയിലായിരിക്കും ചികിത്സകൾ നിർണ്ണയിക്കുന്നത്. അപ്പം ഏതൊക്കെ രീതിയിലുള്ള ചികിത്സയാണ് ഇപ്പോൾ മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ആളുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ? അല്ല, ഇപ്പം നമ്മൾ ചികിത്സിക്കുന്നത്, ഇപ്പം ഞാനൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി എന്ന വിഭാഗത്തിൽ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള നോളജാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. പക്ഷെ മറ്റു ചികിത്സാ രീതികൾക്കും അതിൻ്റേതായ ഗുണങ്ങൾ കാണും. പക്ഷേ ഇംഗ്ലീഷ് ചികിത്സാ രീതി അല്ലെങ്കിൽ അലോപ്പതിയുടെ ഗുണമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ മെഡിസിൻസ്, അങ്ങനെ പുതിയ പരിശോധനകൾ, ഇതൊക്കെ വരുന്നതിൻ്റെ ഗുണം ഡെഫിനറ്റായിട്ട് അലോപ്പതിക്കുണ്ട്, മോഡേൺ മെഡിസിനുണ്ട്. അപ്പം നമ്മൾ ആ തരത്തിൽ ചികിത്സിക്കുമ്പം ഡെഫിനറ്റായിട്ട് കറക്റ്റായിട്ട് ചികിത്സ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാറുണ്ട്. മറ്റ് ചികിത്സാ രീതികളിൽ, എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സിനാറിയോയിൽ ആയുർവേദമാണെങ്കിലും മറ്റ് ചികിത്സാ രീതികൾ, അതിൽ റിസർച്ചോ അല്ലെങ്കിൽ ആ മോളിക്യൂളുകളെ കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള പഠനങ്ങളൊന്നും നടക്കാറില്ല. അത് നമ്മുടെ ഒരു പോരായ്മയാണ്. ഓക്കെ, അപ്പം ഏറ്റവും ലേറ്റസ്റ്റ്ലി നിൽക്കുന്ന ഏതൊക്കെ രീതികളാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ തീർച്ചയായിട്ടും ഒരു പേഷ്യൻ്റ് ആർത്രൈറ്റിസ് ആയിട്ട് വരികയാണെങ്കിൽ, എസ്പെഷ്യലി ഈവൻ യങ് കുട്ടികളാണെങ്കിൽ പോലും അല്ലെ മുതിർന്ന ആൾക്കാരാണെങ്കിലും, നമ്മൾ ഫസ്റ്റ് ലൈൻ എപ്പോഴും മെഡിസിൻസ് തന്നെയാണ്. അവരുടെ പരിശോധനകൾ ചെയ്തിട്ട് അത് ഏത് ടൈപ്പിലുള്ള ആർത്രൈറ്റിസ് ആണെന്ന് ആദ്യം സ്ഥിരീകരിക്കണം. വൺസ് ആ ഒരു ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് അനുസൃതമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. പലതരം മരുന്നുകളുണ്ട്. ഈ ഇമ്മ്യൂൺ റിലേറ്റഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടൊരു ജനറ്റിക് എലിമെൻ്റ് ഉണ്ട്. അതായത് അവർക്ക് ഫാമിലിയിലോ ബന്ധുക്കളിലോ ആർക്കെങ്കിലും ഒക്കെ കാണാം. ഫാമിലിയിലും അടുത്ത ബന്ധുക്കളിലും ഇല്ലെങ്കിൽ പോലും ഈ ജീൻസ് ചിലരിൽ ഒളിഞ്ഞു കിടക്കും. ചില ആൾക്കാരിൽ അത് പുറത്തോട്ട് വരും. അങ്ങനെ ഒരു തരം രോഗങ്ങൾ, കുറെ അധികം രോഗങ്ങളുണ്ട്. ഇപ്പൊ പേരൻസിന് കാണത്തില്ല, പക്ഷെ മക്കൾക്ക് കാണും. അങ്ങനെ വരുമ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് ഇങ്ങനെയാണെന്നുള്ളതിന്റെ കോഴ്സ് എങ്ങനെയാണെന്നുള്ള ആസ് എ ഡോക്ടർ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ റെഗുലറായിട്ട് മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഈ ഇമ്മ്യൂൺ ആർത്രൈറ്റിസിന് വേണ്ടിയുള്ളത്. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗം, അതായത് തേയ്മാനം എന്ന് നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വിഭാഗത്തിന് കൂടുതലും 40-50 മുകളിലുള്ള പ്രായത്തിലാണ് കാണുന്നത്. ചെറുപ്പക്കാരിൽ അങ്ങനെ കാണാറില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നത് വെച്ചാൽ ഓവർ വെയിറ്റ് ആണ്. നമ്മുടെ ആൾക്കാരിൽ വെയിറ്റ് കൂടുമ്പം നാച്ചുറലി അത് നമ്മുടെ ജോയിൻസിൻ്റെ ലോങ് ടേം ഇതിനെ ബാധിക്കും. അപ്പം വെയിറ്റ് പലർക്കും നമ്മൾ വെയിറ്റ് റിഡക്ഷനാണ് ആദ്യം പറയുന്നത്. അതിനോടൊപ്പം സപ്പോർട്ടിങ് മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസിന് ഒരു 100% എഫക്റ്റീവ് ഇല്ലെങ്കിലും അവരുടെ ആ തേയ്മാനത്തിൻ്റെ പ്രോഗ്രസിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. ഓക്കെ, ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ആർത്രൈറ്റിസിനെ പറ്റി പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സന്ധിവാദം ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു മെയിൻ സർജറിയാണ് ഈ സന്ധി മാറ്റി വെക്കൽ സർജറി എന്നുള്ള പറ്റി. അപ്പൊ അതിനെപ്പറ്റിയുള്ളൊരു കാര്യം പറയാമോ? കാരണം ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആളുകളിൽ ഒരു ഭീതിയാണ് ഉണ്ടാവുന്നത്. സന്ധി മാറ്റി വെക്കുമോ, അപ്പൊ അതെങ്ങനെയായിരിക്കും? അപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയനെ നമ്മൾ അത്രയും ഒരു ഭയത്തോടു കൂടിയാണോ നേരിടേണ്ടത്? എന്താണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത് സർ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സന്ധി മാറ്റിവെക്കൽ എന്ന് പറയുന്നത് ശരിക്കും പാശ്ചാത്യ രാജ്യത്ത് ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഉത്ഭവം. 1970s അവിടെയുള്ള ഒരു സായിപ്പാണ് അത് ഡിവൈസ് ചെയ്തത്. പക്ഷെ അതിനുശേഷം എല്ലാ രാജ്യങ്ങളിലും, ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും ഓർത്തോപീഡിക്സിൽ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന ഒരു സർജറിയാണ് സന്ധി മാറ്റിവെക്കൽ. ഇന്നത്തെ സിനാറിയോയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഹിപ്പിനും നീ ജോയിന്റിനുമാണ്, ഇടുപ്പെല്ലിനും മുട്ടിനുമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മറ്റു സന്ധികളും നമ്മൾ മാറ്റി വെക്കാറുണ്ട് ആവശ്യമുള്ള സാഹചര്യത്തിൽ. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ശാസ്ത്രജ്ഞാനം വെച്ചിട്ട് ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർത്തോപീഡിക് പ്രൊസീജിയറാണ് സന്ധി മാറ്റിവെക്കൽ. ഇപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ഏതൊരു ജോയിൻറ്റിനും ഈ കാർട്ടിലേജ് എന്നൊരു ലെയറുണ്ട്. മുട്ടിനകത്തായാലും ഹിപ്പ് ഒരു കാർട്ടിലേജ് ലെയറുണ്ട്. ഈ കാർട്ടിലേജ് ലെയറാണ് നമുക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. ആ കാർട്ടിലേജ് ലെയർ അല്ലെങ്കിൽ തരുണാസ്ഥി മലയാളത്തിൽ, അത് തേഞ്ഞു പോകുക, അത് ഡാമേജ് ആകുമ്പോഴാണ് ഈ ജോയിൻസിൻ്റെ സിംറ്റംസ് വരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പം പേഷ്യൻ്റ് വളരെയധികം സുഖം പ്രാപിക്കുകയും
കൂടുതൽ നാൾ അങ്ങനെ റെസ്റ്റ് ഇതിന്റെ ശേഷം ആവശ്യമില്ല. സാധാരണ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മുട്ടായാലും ഹിപ്പായാലും ഓപ്പറേറ്റ് ചെയ്താൽ ആ രോഗിക്ക് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നടന്നു തുടങ്ങാൻ പറ്റും. ദീർഘനാളത്തെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റെസ്റ്റ് പണ്ട് നിർദ്ദേശിച്ചിരുന്ന അങ്ങനത്തെ ഇപ്പൊ ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ മെയിനായിട്ടും ഇപ്പോൾ കീ ഹോൾ സർജറി അത് ഈ ഒരു സന്ധി മാറ്റിവെക്കൽ സർജറിയിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആക്ച്വലി ഈ കീ ഹോൾ സർജറി ഇപ്പോഴത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ്. അത് പക്ഷെ നമുക്ക് യൂണിവേഴ്സലായിട്ട് എല്ലാത്തരം പ്രോബ്ലംസിനും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു മുട്ടിനകത്തൊരു ലിഗമെന്റ് ഡാമേജ് ആവുന്നു, അല്ലെങ്കിൽ ഒരു മുട്ടിനകത്ത് നമുക്കൊരു വാഷർ പോലെ ഒരു സ്ട്രക്ചർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഡാമേജ് ആയാലും നമ്മൾ കീ ഹോൾ സർജറി വഴി അത് റിപ്പയർ ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പം പേഷ്യന്റ് പൂർവ്വസ്ഥിതിയിലോട്ട് എത്തും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ റെസ്റ്റ് വേണമെങ്കിലും അവർക്ക് പഴയ രീതിയിലോട്ട് ഈവൻ അത്ലറ്റിക് ആക്ടിവിറ്റീസ് വരെ ചെയ്യാൻ പറ്റും. പക്ഷെ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ ആക്ച്വലായിട്ടൊരു കീ ഹോൾ സർജറി ഇല്ല. പക്ഷെ എന്നിരുന്നാലും അതിന് സമാനമായിട്ടുള്ള ഒരു മിനിമൽ ആക്സസ് സർജറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഞങ്ങൾ സയന്റിഫിക് ആയിട്ട് യൂണിക് കമ്പാർട്ട്മെന്റൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയും. അതായത് മുട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുട്ടിന് 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. പലപ്പോഴും തേയ്മാനം തുടങ്ങുന്നത് ഒരു കമ്പാർട്ട്മെന്റിലായിരിക്കും. ആ കമ്പാർട്ട്മെന്റ് മാത്രമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഡാമേജ് ഇല്ലാത്ത കമ്പാർട്ട്മെന്റ് നമ്മൾ അതുപോലെ സൂക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിന് നെക്സ്റ്റ് ഡേ നടക്കാനും പറ്റും. വളരെ ചെറിയ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, വളരെ ഒരു 4-5 തയ്യലൊക്കെ വരത്തുള്ളൂ. ആ തരത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം ഈ ഒരു സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പോകുന്ന ഒരു പേഷ്യന്റ്, അപ്പം സാറ് പറഞ്ഞു ഒരുപാട് നാളത്തെ ഒരു റെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫേസ് ഒന്നും അവർക്ക് വേണ്ടി വരില്ല, എങ്കിലും ഒരു പ്രോപ്പർ ടൈം ഓഫ് റിക്കവറി ഉണ്ടായിരിക്കുമല്ലോ. അതെങ്ങനെയായിരിക്കും സാർ? ആ ഒരു ടൈം പീരീഡ് ഒക്കെ എന്തായിരിക്കും? അല്ല, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന സിറ്റുവേഷനിൽ അവർക്ക് എത്രത്തോളം ഡാമേജ് ഉണ്ട് ഓൾറെഡി. പലരും പല ചികിത്സകളും കഴിഞ്ഞ് തോറ്റിട്ടാ വരുന്നത് സർജറിക്ക്. അവർക്ക് ഈ നേരത്തെ എലിക്കുട്ടി പറഞ്ഞ പോലെ സർജറി എന്ന് പറയുമ്പോൾ പേടിച്ചോടുന്ന വലിയൊരു വിഭാഗമുണ്ട്. അപ്പം പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് പേടിക്കേണ്ട കാര്യങ്ങളില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ പലരും പലതരം മെഡിസിൻസും പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് പിന്നെയാ വരുന്നത്. അപ്പം അത് വളരെ ലേറ്റായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ നമുക്ക് ചില സാഹചര്യങ്ങളിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കും. പക്ഷെ മെജോറിറ്റി നമ്മളിപ്പോൾ ഒരു 100 പേഷ്യന്റിന് സന്ധി മാറ്റിവയ്ക്കൽ ചെയ്യുവാണെങ്കിൽ ഇതിൽ 90 പേർക്കും ഒരു 2nd or 3rd ഡേ നടക്കാൻ പറ്റും. ഓക്കെ. അത്രയും പെട്ടെന്നുള്ളൊരു റിലീഫ്, ദീർഘനാളത്തെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റെസ്റ്റ് ആവശ്യമില്ല. ഓക്കെ. ഇപ്പൊ സാർ തന്നെ ഇപ്പൊ നമുക്കറിയാം സീനിയർ കൺസൾട്ടന്റ് ആണ് ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ ഒരുപാട് കേസുകൾ ഇപ്പൊ ഈ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ സാറ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു റിസ്ക് അല്ലെങ്കിൽ കോംപ്ലക്സ് തോന്നിയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയാമോ? ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ചുരുക്കം ചില സാഹചര്യങ്ങളിൽ നമ്മളിപ്പം ഏതൊരു സർജറിക്കും അതിൻ്റെതായ ചെറിയ റിസ്കുകൾ കാണും. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ 100 പേഷ്യൻസിന് നമ്മൾ സർജറി ചെയ്യുമ്പം ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിന് പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ എനിക്ക് തന്നെ ചില ചുരുക്കം എക്സ്പീരിയൻസിൽ ഒന്നെന്ന് വെച്ചാൽ ആലപ്പിയിലൊക്കെ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് ചിലർ ചെയ്തിട്ട് അവരുടെ ആ സെക്കൻഡ് ഫേസ് ഒരു പ്രോബ്ലം അന്നത്തെ ആ ഡോക്ടർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വളരെ ലേറ്റായിട്ട് ഓൾറെഡി മുട്ടിനകത്തൊരു ജോയിൻ്റ് ഉണ്ട്, അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷനായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെ വരുമ്പം നമ്മൾ ആദ്യം ആ ഡാമേജായ ജോയിൻറ്റും ആ ഇൻഫെക്ഷനും ക്ലിയർ ചെയ്തിട്ട് വേണം രണ്ടാമത്തെ ഒരു സർജറി ചെയ്യണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ 2 സ്റ്റേജ് സർജറി ആയിട്ട് ചെയ്യും. പക്ഷെ അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു ചെയ്താൽ വളരെ ഹാപ്പി ആയിട്ടു. അങ്ങനെയുള്ള ചില കേസസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ വളരെ വിരളമാണത്. ഓക്കെ. ഇപ്പൊ എത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് സാർ? ഇപ്പം ഇത്രയുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അപ്പം പുതിയതായിട്ട് വരുന്ന ആളുകളെ നമുക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സ്പീരിയൻസിലൂടെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാറുണ്ടല്ലോ. അപ്പം ആ ഒരു ജേർണീനെ പറ്റി ഒന്ന് പറയാമോ? അതായത് ഞാൻ ആദ്യമായിട്ട് സന്ധി മാറ്റിവെക്കൽ ചെയ്യുന്നത് വിജയ ഹോസ്പിറ്റലിൽ തന്നെ 2004-ലാണ്. അപ്പോൾ ഇതിപ്പം 20 years കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 20 വർഷമായിട്ട് ജോയിന്റ് റീപ്ലേസ്മെന്റ് എക്സ്പീരിയൻസും മോർ ദാൻ 2000 ജോയിൻസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി. ഇതിൽ തുടക്കത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സർജറി പറയുമ്പോൾ പിന്നെ ആ പേഷ്യന്റ് നമ്മുടെ അടുത്ത് തന്നെ വരാതായിട്ടുണ്ട്. ആ ഡോക്ടർക്ക് പോയാൽ സർജറി പറയും എന്ന് പേടിച്ചു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സർജറി ചെയ്ത പേഷ്യൻസ് ഇങ്ങോട്ട് അവരെ ബന്ധുക്കളെ പറഞ്ഞു വിടും. അപ്പൊ ആ ഒരു ഫേസ് കോൺഫിഡൻസും എന്ന് വെച്ചാൽ ഇന്ന ഡോക്ടർക്ക് ചെന്നാൽ മതി എന്ന് പറയും. അവര് ഓൾറെഡി എനിക്ക് ചെയ്ത് 15 വർഷമായി. അപ്പൊ ചിലര് വരുമ്പം സർജറി കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്, ഞാൻ ഇന്ന ലേഡി പറഞ്ഞിട്ടാ ഞാൻ വന്നത് എന്ന് പറയാം. അത് നമ്മൾ പിന്നെ അറിയുന്നത്. അപ്പൊ അവര് വൺസ് സംബഡി ഈസ് ഹാപ്പി വിത്ത് ദ ട്രീറ്റ്മെന്റ്, അവര് തീർച്ചയായിട്ടും അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കും. ഓക്കെ, അപ്പൊ ഈ സർജറിയുടെ കാര്യം നമ്മൾ ആദ്യം തന്നെ പറയുന്ന സമയത്തെ പേഷ്യൻസിനൊക്കെ ആദ്യം തന്നെ തോന്നുന്നൊരു ഡൗട്ട് ആയിരിക്കാം, ഇത് ലൈഫ് ലോങ് ഇത് ഒരു റെക്ടിഫൈ തന്നെയാണോ? ഒരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു പേഷ്യന്റിന് ലൈഫ് ലോങ് ഇത് ഓക്കെ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ വരുന്ന ഒരു പേഷ്യന്റിനോട് സാർ എന്താണ് പറയാറുള്ളത്? അവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിക്കാറുള്ളത്? ഇതില് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇപ്പൊ എൻ്റെ അടുത്ത് സർജറി ചെയ്ത, അതായത് 2004-ലും 2005-ലും ചെയ്ത ലേഡീസ് 1-2 പേര് മറ്റ് അസുഖങ്ങളായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അല്ലാതെ ഇപ്പോഴും നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ലേഡീസ് ഉണ്ട്. അതായത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത മുട്ടുമായിട്ട് നടക്കുന്ന ലേഡി എന്നെ വന്ന് കാണുന്നവരുണ്ട്. അവര് ചിലര് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളവരുടെ നമ്പർ ഞാൻ കൊടുക്കും, സോ ദാറ്റ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. നിങ്ങളുടെ ഇപ്പൊ ഞാനൊരു ഡോക്ടർ എന്ന രീതിയിൽ പറയുന്നതിനേക്കാളും ഇത് അനുഭവിച്ച ഒരു പേഷ്യന്റ് വിളിക്കാൻ പറ്റൂല, ഒരിക്കൽ ഓൾറെഡി ആ ട്രീറ്റ്മെന്റിൽ കൂടെ പോയ ആള് പറയുമ്പം ഡെഫിനറ്റ്ലി പേഷ്യന്റിന് കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ ഇപ്പം മറ്റ് മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് വിചാരിച്ച് സർജറി നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡയബറ്റിസോ അല്ലെ ഹൈപ്പർ ടെൻഷനോ ഉള്ള പേഷ്യന്റ് ആണെങ്കിലും അതുള്ളവർക്ക് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. ആ ഇതൊക്കെ കൺട്രോൾ ആക്കിയിട്ട് ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവലൊക്കെ കൺട്രോൾ ആക്കി വെച്ചുകൊണ്ട് ചെയ്താൽ അവർക്ക് ദേ വിൽ ഹാവ് എ നോർമൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരിയഡ്. പിന്നെ മൂന്നാമതായിട്ട് ഈ സർജറി ചെയ്യുമ്പം ഈ ജനറലായിട്ട് തന്നെ ഈ സർജറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംപ്ലാന്റ്സ് എന്ന് പറയും, അതായത് തേഞ്ഞുപോയ ഭാഗം നമ്മൾ മാറ്റി ആർട്ടിഫിഷ്യൽ ജോയിന്റ് വെക്കുമല്ലോ, അത് എല്ലാം വളരെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി സ്ട്രിക്റ്റ് ആയിട്ട് ആ രീതിയിൽ വരുന്നതാണ്. കൂടുതലും ഫോറിൻ കമ്പനീസും ഉണ്ട്, ഇന്ത്യൻ കമ്പനീസും ഉണ്ട്. അപ്പോൾ ഈ വരുന്ന ഇംപ്ലാന്റ്സിന് കമ്പനിക്കാർ പറയുന്ന ലൈഫ് 20 to 25 years ആണ്. അതായത് നമ്മളൊരു 60 വയസ്സുള്ള ഒരു ലേഡിക്ക് സർജറി ചെയ്യുവാണെങ്കിൽ ആ ജോയിന്റ് അവരുടെ മോസ്റ്റ്ലി അവരുടെ ആയുഷ്കാലം മുഴുവൻ വർക്ക് ചെയ്യും. അവർ 85 വയസ്സായാലും ഈ സെയിം ജോയിന്റിൽ അവർക്ക് നടക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമതൊരു സർജറിയോ അല്ലെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് വേറൊരു പ്രോബ്ലംസോ വരേണ്ട സാഹചര്യം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സാർ നേരത്തെ പറയുകയുണ്ടായി, ഇപ്പം നീയും അതുപോലെ തന്നെ ഹിപ്പ് ജോയിനിലുമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് നടക്കുന്നത്. പക്ഷെ വേറെ ഏതൊക്കെ സന്ധികളിലായിരിക്കും സാർ ഇതിനൊരു പോസിബിലിറ്റി നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത്? അല്ല, ഇപ്പം ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് നീ ചെയ്യുന്നുണ്ട്, ഹിപ്പ് ചെയ്യുന്നുണ്ട്, ഷോൾഡർ ചെയ്യുന്നുണ്ട്, എൽബോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന് ചില റെഗുലേഷൻസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പം ഒരു പ്രോഡക്റ്റ് പുറത്തു നിന്നൊക്കെ മാനുഫാക്ചർ ചെയ്ത് വരുന്നതിന് ചില റെഗുലേഷൻസ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പം ഗവൺമെന്റ് ഇമ്പോർട്ട് ചെയ്ത് തരികയാണെങ്കിൽ ഇന്ത്യൻ സർജൻസ് ഏത് ജോയിന്റ് റീപ്ലേസ് ചെയ്യും, അതിനുള്ള എക്സ്പെർട്ടൈസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നത് ഷോൾഡർ ചെയ്യാറുണ്ട്, എൽബോ ചെയ്യുന്നുണ്ട്, ഹിപ്പ് ചെയ്യുന്നുണ്ട്, നീ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മൾ പ്രൈമറി ആൻഡ് റിവിഷൻ എന്ന് പറയും. ആദ്യമായിട്ട് ഒരാൾക്കൊരു സർജറി ഒരു ആർത്രൈറ്റിസിന് ചെയ്യുന്നതിനെ നമ്മൾ പ്രൈമറി സർജറി എന്ന് പറയും. വളരെ ചുരുക്കം ഞാൻ നേരത്തെ സൂചിച്ച പോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, ആ ജോയിന്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് ഓപ്പറേഷന് ശേഷം വീണ്ടും ഒരു വീഴ്ച ഉണ്ടായിട്ട് എല്ലൊടിഞ്ഞു, അല്ലെ ആ ജോയിന്റ് ഇളകി, അതൊക്കെ റയർ സിറ്റുവേഷൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതുപോലും നമ്മൾ ടാക്കിൾ ചെയ്യാറുണ്ട്. അതിന് ഞങ്ങളുടെ സയന്റിഫിക് ഇതിൽ റിവിഷൻ സർജറി എന്ന് പറയും. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ സർജറീസും നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഓർത്തോപെഡിക് രോഗങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്കും നേരത്തെ സാറ് പറയുകയുണ്ടായി, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് നോക്കുമ്പോൾ അമിതവണ്ണമാണ് ഇതിനൊരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഡയറ്റ് ആൻഡ് എക്സസൈസിനൊക്കെ ഇതിന് വരുന്ന ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് നമുക്ക് ഈ ഒരു അസുഖത്തെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്? ഈ നമ്മൾ ഈ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് വെയിറ്റ് വളരെ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ചെറുപ്പം മുതലേ ഒബീസിറ്റി പ്രിവെന്റ് ചെയ്യണം. നമ്മുടെ നാട്ടില് കുട്ടികൾ വളരെ ചബ്ബിയായിട്ടിരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ആ കുട്ടികളിലുള്ള ചബ്ബി ഇത് അറ്റ്ലീസ്റ്റ് ആ ടീനേജ് ആകുമ്പോഴെങ്കിലും മാറാതെ അവർ വീണ്ടും അതേ ഒബീസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവർ അഡൾട്ട് ആയതിനു ശേഷം ആ ഒബീസിറ്റി കട്ട് ഡൗൺ, ആ വെയിറ്റ് കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓവർ വെയിറ്റ് ഡെഫിനറ്റ്ലി ഈ കാലിൽ, അതായത് ഹിപ്പിനും നീക്കുമുള്ള തേയ്മാനത്തിന് ഒരു പ്രധാന കാരണമാണ്. അപ്പർ ലിംബിൽ അത്ര വരത്തില്ല. അതായത് ഷോൾഡർ ആൻഡ് എൽബോയ്ക്ക്
വെയിറ്റ് ഒരു ബാധകമല്ല. ബിക്കോസ് നമ്മൾ കൈ കൊണ്ടുള്ള ആക്ടിവിറ്റീസ്, പക്ഷെ നടന്നു പോകുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങുന്നത് നമ്മുടെ 2 മുട്ടും 2 ഹിപ്പുമാണ്. അപ്പം അതിന് വെയിറ്റ് വളരെ ഒരു പ്രധാന ഘടകമാണ്. ഓവർ വെയിറ്റ് വരാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ജനറൽ അവയർനെസ്സിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. അപ്പം എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും സാറിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നതാണ്. അപ്പോൾ സാർ ഈ ഒരു ആർത്രോപ്ലാസ്റ്റിയിൽ ഫെലോഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡും ആ ഒരു ഫെലോഷിപ്പിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി 2001 ഫസ്റ്റ് ഫെലോഷിപ്പ് ചെയ്തത്. അത് ബോംബെയിൽ, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആർത്രോപ്ലാസ്റ്റി ചെയ്ത ഒരു ഗുരുവുണ്ട്, ഒരു പാഴ്സി ഡോക്ടറാണ്, ഡൊളോക്കിയ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കീഴിൽ ട്രെയിനിങ്ങിന് ഓപ്പർച്യൂണിറ്റി കിട്ടി. ബോംബെയിൽ 2 മാസം താമസിച്ച് അത് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിലുള്ള ഒരു അശോക് രാജഗോപാലുണ്ട്. ഹി വാസ് ദ പ്രസിഡൻഷ്യൽ സർജൻ, പ്രസിഡന്റിന്റെ സർജൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ 2 മാസം. അങ്ങനെ പലരുടെയിൽ നിന്നും കുറേ വിജ്ഞാന ശകലങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം നാച്ചുറലി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒന്നും കളയാതെ അവിടെ പോയി അവരുടെ ന്യൂവർ നോളജ് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, യൂസ് ചെയ്യാൻ കൊടുക്കുക. നമ്മുടെ ലിസണേഴ്സ് ഇപ്പം ആർത്രൈറ്റിസ് എന്നൊരു രോഗത്തെ പറ്റിയുള്ള ഒരു, അല്ലെങ്കിൽ ഈ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന സർജറിയെ പറ്റിയൊക്കെ ഒരു ഔട്ട്ലൈൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. എങ്കിൽ പോലും ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും സാർ? നമ്മൾ പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മളുടെ ആ ഒരു ഡെയിലി ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന്? ഒരു ഡെയിലി ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു റെഗുലർ എക്സസൈസ് വളരെയധികം. അതിനൊരു ടൈം പീരിയഡ് ഒക്കെ ഉണ്ടോ? ഇത്ര സമയം നമ്മൾ എക്സസൈസ്? അങ്ങനെയല്ല, നമ്മുടെ ജോലി ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഞാൻ ഒരു ദിവസം 1 മണിക്കൂർ എക്സസൈസ് ചെയ്യും. ഓക്കെ. അപ്പം അതിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. നമ്മുടെ ബോഡിയിൽ മസിൽസിനും ബോണിനും അതിന്റെ സ്ട്രെങ്ത്തും വൈറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എക്സസൈസിന് വളരെയധികം റോളുണ്ട്. അത് നമ്മുടെ ദിനചര്യയിൽ നമ്മൾ കൊണ്ടുവരണം. വെയിറ്റ് ഓരോ ആളുകൾക്കും നമ്മൾ പ്രിസ്ക്രൈബ്ഡ് വെയിറ്റ് ഉണ്ട്. ഹൈറ്റ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത്ര ഹൈറ്റ് ആണെങ്കിൽ ഇത്ര വെയിറ്റ് ആവാം. ആ ഒരു വെയിറ്റിന് അടുത്തുള്ള ഇത് നിൽക്കണം. ഒരു 1-2 കിലോ അങ്ങോട്ട് മാറുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വളരെയധികം നമ്മുടെ ഇന്ത്യൻസ് എല്ലാം പൊതുവെ ആവറേജ് ഹൈറ്റ് ഉള്ളവരാണ്. അപ്പം നമ്മളൊരു ആക്ച്വലി നമ്മുടെ നാട്ടുകാർക്കൊക്കെ ആവറേജ് വെയിറ്റ്, ഒരു മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു 60-65 നമ്മുടെ ആൾക്കാർക്ക് വേണ്ട വെയിറ്റ്. നമ്മൾ പലപ്പോഴും കാണുന്നത് 80, 90, 100, 120 വരെ ഞാൻ കണ്ടിട്ടുണ്ട് വെയിറ്റ്. അപ്പം അതൊക്കെ ശരിക്കും അവരെ മൊത്തത്തിലുള്ള ഹെൽത്തിനെ ബാധിക്കും. ഈ മുട്ടിൻ്റെ മാത്രമല്ല, ആർത്രൈറ്റിസ് മാത്രമല്ല, ഒബീസിറ്റി വരുമ്പം അത് ഇറ്റ് വിൽ ലീഡ് ടു അതർ കോംപ്ലിക്കേഷൻസ്. നേരത്തെ ഈ പറഞ്ഞ മറ്റ് പല അസുഖങ്ങളില്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്ന് പറയുന്ന പോലെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇതെല്ലാം ഒബീസിറ്റിയുമായിട്ട് ഒരു പരിധി വരെ കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒബീസിറ്റി വരാതെ നോക്കേണ്ടത് ഓരോ പൗരനും അവരവരുടെ തന്നെ കടമയാണ്. മറ്റുള്ളവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പറയണം? ആർത്രൈറ്റിസ് രോഗങ്ങളുള്ളവർ, അവർക്ക് ഈ പറഞ്ഞ പോലെ ജോയിൻറ്റിന് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഡോക്ടറെ കാണിച്ച് അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പലപ്പോഴും ഇവരെ ഫോളോ അപ്പിലാണ് പ്രശ്നം. അവർ എത്ര നന്ന പഠിപ്പിച്ചാലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മടുക്കും. ഡോക്ടറെ മാസത്തിലൊരിക്കൽ കാണണമല്ലോ, അല്ലെങ്കിൽ ഗുളിക കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അപ്പം അവിടെയാണ് ഈ പ്രോബ്ലംസ് തുടങ്ങുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ചികിത്സ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ ഇത് അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സപ്പോസ് ഒരാൾക്കൊരു 10-20 വർഷത്തെ അസുഖം മെഡിസിനിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സർജറിയുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഓക്കെ. അപ്പം ഈ ഒരു ആർത്രൈറ്റിസ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലാണല്ലോ ഈ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കുന്നത്. അത് പക്ഷേ അത് ഏതൊരു മൊമെന്റിലായിരിക്കും നമ്മൾ ഈ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് ആണ് ഇനിയൊരു പരിഹാരം ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് പേഷ്യന്റിനെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുന്നത് എപ്പോഴോ അപ്പം ചെയ്യണം. അതായത് ഇപ്പം ഒരാൾ ഡെയിലി ആക്റ്റീവാണ്, ഒരു ലേഡിയോ ഈവൻ ഒരു ജെന്റിൽമാൻ ഡെയിലി ക്ഷേത്രത്തിൽ പോകുന്നു, അല്ലെ പള്ളിയിൽ പോകുന്നു, നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതിന് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വീട്ടിലെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം ഡെഫിനറ്റ്ലി അതിനുള്ള ടൈം ആയി വരുന്നു എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും മെഡിസിനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് പല സ്റ്റേജുകളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ഇപ്പം നടക്കാൻ പറ്റുന്നില്ല, സാറ് പറഞ്ഞില്ല, ഡെയിലി ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ
അപ്പോൾ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. അല്ല, അത് നമ്മൾ ഒരു ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ പേഷ്യൻറ്റിൻ്റെ അസുഖവും രോഗലക്ഷണങ്ങളും ഡിഫറൻ്റ് ആയിരിക്കാം. ഇപ്പോൾ ചിലർക്ക് പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എടുക്കുവാണെങ്കിൽ, തേയ്മാനത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുമ്പൊരു പൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കാം മുട്ടിൽ. ആ പൊട്ടൽ എല്ല് ചേരുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് ചേർന്നില്ലെങ്കിൽ അത് ഒരു ലേറ്റർ ഓൺ ഫ്യൂച്ചറിൽ ഒരു ആർത്രൈറ്റിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം, തേയ്മാനം ഡെവലപ്പ് ചെയ്യാം. അപ്പം നമ്മളെപ്പോഴും ഇപ്പോൾ ഈവൻ ഒരു ഫ്രാക്ചർ ഉണ്ടായാലും ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഫ്രാക്ചറിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. പണ്ടൊരു 30 വർഷം മുമ്പാണെങ്കിൽ ഫ്രാക്ചറിനെല്ലാം പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിക്കും. ഇന്നിപ്പം നമ്മളൊരു 75% ആൾക്കാർക്കും അഡൾട്ട്സിന് നമ്മൾ സർജറി ചെയ്യും. കാര്യം വെച്ചാൽ അതിൻ്റെ പൊസിഷൻ, ഒരു എല്ലിൻ്റെ കഷ്ണം പൊട്ടി മാറിയിരിക്കുവാണെങ്കിൽ അതിനെ വീണ്ടും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. അത് മാറി ചേരുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ ആർത്രൈറ്റിസ് ആയിട്ട് മാറും. അപ്പൊ അതേ സ്ഥാനത്ത് വീണ്ടും അതിനെ ലൊക്കേറ്റ് ചെയ്ത് സ്ക്രൂ വെച്ച് ഉറപ്പിച്ചാൽ അവർക്ക് ആർത്രൈറ്റിസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഓർത്തോ ഡോക്ടേഴ്സ് സർജറിക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഫ്യൂച്ചറിൽ അവർക്ക് അതിൽ പ്രോബ്ലം വരത്തില്ല എന്നുള്ളത് കൊണ്ടും ഏർലി ആയിട്ട് ഇവരെ മൊബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടുമാണ് സർജറിക്ക് പലപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത്. ചില സിറ്റുവേഷനിൽ പ്ലാസ്റ്റർ മാത്രം മതിയാവും. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാന ഘടകങ്ങളാണ്. അതായത് ഫ്യൂച്ചറിൽ ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം നേരത്തെ തന്നെ അതിന് വേണ്ടിയുള്ള രീതിയിൽ പോകണം. വെയിറ്റ് മാനേജ്മെന്റ്, നമുക്കൊരു പരിക്ക് പറ്റിയാൽ അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുമ്പം അത് ഫ്യൂച്ചർ പ്രോബ്ലംസ് വരാം. അപ്പം അങ്ങനെ പല പിന്നെ അതുപോലെ ഇപ്പോൾ ഇമ്മ്യൂൺ ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഒരു 10-20 വർഷം നമുക്ക് സർജറി ഇല്ലാതെ പോകാൻ പറ്റും. ചിലപ്പോൾ ലൈഫ് ലോങ്ങും ചെയ്യാൻ പറ്റും. എനിക്ക് തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ കൊല്ലത്ത് നിന്നൊരു ലേഡിയുണ്ട്. അവർക്ക് അവിടുത്തെ ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്ത് എൻ്റെ അടുത്ത് വിട്ടു, കൊല്ലം സിറ്റിയിൽ. ഷീസ് കമ്മിങ് ഇയർ മോർ ദാൻ ഒരു 10 വർഷത്തിൽ കൂടുതൽ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞ് വിട്ട പേഷ്യൻ്റാണ്. പക്ഷേ 10 വർഷമായിട്ട് മെഡിസിനിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുന്നു. ഷീസ് വെരി ഹാപ്പി. ഒരു മോൻ യൂറോപ്പിലാണ്, എല്ലാ വർഷവും അവിടെയൊക്കെ പോയിട്ട് വരും, ഇടയ്ക്ക് എന്നെ വിളിച്ച് പറയും. സോ അതൊക്കെ വളരെ നല്ലൊരു സിറ്റുവേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ക്ലൈമറ്റിക് ചേഞ്ച്, ആ ഒരു കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സന്ധിവാതം ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം അവരെങ്ങനെയൊക്കെയാണ് സാർ ആ ഒരു കാര്യത്തെ നേരിടുന്നത്? ജനറലി മെഡിസിൻസ് ഇപ്പോൾ സന്ധിവാതത്തിൽ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കൂടുതലും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻസിനും ആങ്കലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്നുള്ള രോഗങ്ങൾക്കുമാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ അത്ര ബാധിക്കത്തില്ല. തണുത്ത അന്തരീക്ഷം വരുമ്പോൾ നമ്മുടെ വിന്റർ ടൈമിൽ തീർച്ചയായിട്ടും ജോയിൻസിന് കുറച്ച്, ഈവൻ നമ്മുടെ നോർമൽ ആൾക്കാർക്ക് തന്നെ ജോയിന്റ് സ്റ്റിഫ് ആയിരിക്കും. അത് നമ്മൾ രാവിലെ എണീക്കുമ്പം കുറച്ചൊരു മൂവ്മെന്റ് എക്സസൈസ് ഒക്കെ ഒരു 5 മിനിറ്റ്സ് ചെയ്താൽ ഇമ്പ്രൂവ് ആകും. പക്ഷെ അവിടെയും മെഡിക്കൽ തെറാപ്പി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്ക് വലുതായിട്ടത് ബാധിക്കും. ചില ആളുകളിൽ കണ്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞു ചെറുതായിട്ടൊരു വീക്കം അല്ലെങ്കിൽ ഒരു പെയിൻ ഒക്കെ വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചസിന്റെ ആവാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ലക്ഷണങ്ങളെ തള്ളിക്കളയുന്നവരുണ്ട്. അവരോട് ഡോക്ടറിന് എന്താണ് പറയാനായിട്ടുള്ളത്? അല്ല, ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മെഡിക്കൽ സയൻസ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് ഇന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിലുമാണ്. ദാറ്റ് ഈസ് നമ്മൾ അത്രത്തോളം മെഡിക്കൽ സയൻസിൽ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് ലോകത്ത് ഏത് കോണിലും കിട്ടുന്ന പ്രധാന ചികിത്സകളെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് ചെയ്യാനുള്ള സയന്റിഫിക് നോളജും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അപ്പൊ എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആർത്രൈറ്റിസ് എന്നൊരു രോഗത്തെ പറ്റിയും അതുപോലെ തന്നെ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്ന ഒരു സർജറിയെ പറ്റിയും നമുക്ക് ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ ഇന്ന് പറഞ്ഞു തരികയുണ്ടായി ലൗഡ് സ്പീക്കറിലൂടെ. ഇപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും നമ്മൾക്ക് മീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിനോട് പങ്കുവയ്ക്കാനായിട്ട് പറ്റി. അപ്പം സാറിനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും സംസാരിക്കാനൊക്കെ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക് ടു ഓൾ. താങ്ക് യു സർ.